സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം, അതുല്യനായ ഒരു കലാകാരൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സലീം കുമാർ, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ, അല്ലെ, ആ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടു. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്തു എന്ന് പറയുന്ന ഒരു മകൻ അവിടെ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ പറ്റിയൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി അവിടെ ആ ഒരു വീട്ടിലേക്ക് സന്ദർശനം നടത്തിയ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി അവിടേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സൈഡ് നോക്കി അറിയാൻ പറ്റും. മുഖ്യമന്ത്രി അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് ഷോൾ ഇടാനായിട്ടും അദ്ദേഹത്തിന് ജയ് വിളിക്കാനുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കുറേ അണികൾ, PR അണികളൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് പോയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ആ രീതിയിൽ അവഹേളിക്കുന്നില്ല. അദ്ദേഹം അവിടേക്ക് കയറി ചെല്ലുന്നു. അറ്റ് ദി സെയിം ടൈം തന്നെ ഈ മകൻ അവിടെ കിടന്നുകൊണ്ട് എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നുമുണ്ട്. അതായത് അച്ഛൻ്റെ ഒരു ഭൗതിക ശരീരത്തിൻ്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ഫോണിലെല്ലാം പകർത്താൻ ശ്രമിക്കുന്ന ആളുകളോട് നിനക്കൊക്കെ എന്താണ് വേണ്ടത്, നീയൊക്കെ ഒന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്തു എന്ന് പറയുന്ന സലീം കുമാറിൻ്റെ മകൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി മേജർ രവി പറയുന്നൊരു കാര്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് എല്ലാ ആളുകളും ചർച്ച ചെയ്യുന്നത്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്നത്, അവിടെയും നിങ്ങൾ ഓർക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പിണറായി വിജയൻ അത്ര നല്ലൊരു മനുഷ്യനല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആർഭാട ജീവിതമായിരുന്നു മുഴുവനും. അത് ഹെലികോപ്റ്റർ സ്വന്തമായിട്ട് എടുത്തു, പല കാറുകൾ മാറുന്നു, പൊതുഖജനാവിൽ ഏറ്റവും കൂടുതലും കടമാക്കുന്നു, പൂച്ചയെ പെറ്റിടാൻ വേണ്ടിയിട്ട്, പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ പൂച്ചക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിടുന്നു. അങ്ങനെയൊക്കെ പൊതുഖജനാവെല്ലാം നശിപ്പിച്ചിട്ടിട്ട് വളരെയധികം വൃത്തികേടുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നൊക്കെയായിരുന്നു ഈ മേജർ രവി അന്ന് ആ ഒരു മാധ്യമങ്ങളുടെ അല്ലെ നീലക്കുയിൽ പോലെയുള്ള ചാനലുകൾക്കൊക്കെ കൊടുത്തൊരു ബൈറ്റിൽ പറയുന്നത്. അപ്പം നാക്കിനെല്ലില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും അല്ലെ എന്ത് തന്തയ്ക്ക് കഴിയുകയും പറയാം എന്നുള്ള രീതിയിലേക്ക് ഈ മേജർ രവി എന്ന് പറയുന്നൊരു മനുഷ്യനും അതപ്പതിച്ച് പോയി എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം മേജർ രവി എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടുപോകാം. അവിടെയാണ് നമ്മൾ കാണുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഡിഫറൻസ് ആണ്. ഒന്ന് കാരണബോധം എന്നുള്ള പാട്ട് പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഞാനാണ് വെറുതെ നിന്നത്. ഇപ്പുറത്ത് ഒരു വണ്ടി കൊണ്ടിട്ടാണ് കയറി ചെന്നിരിക്കുന്നത്. ഇന്നസെന്റ് ആയിട്ട് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനും എല്ലാം കൂടെ ആ ഇടവഴിയിൽ കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പൊങ്ങച്ചം കാണിക്കലും വേണം. മറ്റുള്ളവനെ വോട്ട് ചെയ്തിട്ട് നിങ്ങളെ അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ സെർവൻ്റാണ്. അതാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു ബിഹേവിയർ പാറ്റേൺ. അതുപോലെ തന്നെ കയറി ചെന്ന വഴിക്ക് ഷാളിട്ടു മാറ്റിടാൻ പറഞ്ഞു. ഒരു മരണം നടന്ന സ്ഥലത്തേക്ക് പോകുന്നപ്പോൾ അവിടെയല്ല പാർട്ടി ഇത് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ കയറി ചെന്ന വഴിക്ക് ഷാളിട്ടു മാറ്റിടാൻ പറഞ്ഞു. ഒരു മരണം നടന്ന സ്ഥലത്തേക്ക് പോകുന്നപ്പോൾ അവിടെയല്ല പാർട്ടി ഇത് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ പൊങ്ങച്ചം കാണിക്കലും വേണം. മറ്റുള്ളവനെ വോട്ട് ചെയ്തിട്ട് നിങ്ങളെ അവിടെ കയറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഘിപുത്രനായിട്ടുള്ള മേജർ രവി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വി.ഡി. സതീശന് ആരുടെ അകമ്പടിയൊന്നും വേണ്ട. വി.ഡി. സതീശൻ ജനങ്ങൾക്കിടയിൽ കൂടി വന്നൊരു നേതാവാണ്, അല്ലെ ജനങ്ങളെ വളരെ അടുത്തറിയുന്നൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് അകമ്പടിയൊന്നും വേണ്ട, പോലീസിൻ്റെ സന്നാഹങ്ങളൊന്നും വേണ്ട. വി.ഡി. സതീശന് സിമ്പിളായിട്ട് എവിടെയും ഇറങ്ങി നടക്കാം. അയാൾ തന്നെ ഇറങ്ങിയല്ലേ അവിടെ നിൽക്കുന്ന ആളുകളെയൊക്കെ, ക്രൗഡിനെയൊക്കെ കൺട്രോൾ ചെയ്തത്. അത്രയും വലിയൊരു കാര്യം വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് മേജർ രവി സംസാരിക്കുന്നത്. അപ്പോൾ മേജർ രവി അവിടെ എടുത്തു പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഇന്നസെൻറ്റിൻ്റെ മരണസമയത്ത്, ഇന്നസെൻ്റ് എന്ന് പറയുന്ന അതുല്യനായ ഒരു കലാകാരൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടേക്ക് പോകുമ്പോൾ ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ്റെ പിന്നിലും മുന്നിലുമൊക്കെ ആയിട്ട് 560 വാഹനങ്ങൾ, എണ്ണം പറഞ്ഞ 560 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് 10-15 ഈ പറയുന്ന ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ, ആംബുലൻസുകൾ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ ഒരു സന്നാഹത്തോടു കൂടിയാണ് ഇന്നസെൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് അധികാരത്തിൻ്റെ ആ ഒരു ആർഭാടം എല്ലാം വിനിയോഗിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ പോയതെന്നാണ് മേജർ രവി പറയുന്നത്. അപ്പം മേജർ രവിക്ക് ഈ കണക്കുകളൊക്കെ എവിടെ നിന്ന് കിട്ടി? നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യം ചെരുപ്പിടുന്ന സമയത്തേക്ക് നമ്മുടെ ഈ ലോകം ചുറ്റാനായിട്ട് ഒരാൾ പോകും. ആരാണ്? നുണ എന്ന് പറയുന്നൊരു സാധനം. ഈ നുണ എന്ന് പറയുന്ന സാധനം ഒരു 2-3 റൗണ്ട് ലോകം ചുറ്റിയിട്ടൊക്കെ തിരികെ എത്തും. അപ്പോഴും സത്യം ചെരുപ്പിടാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതായത് പോകണോ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്തേക്കും നുണ ഇറങ്ങി ചുറ്റി പരന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഈ ചില യൂണിവേഴ്സിറ്റി, നമ്മൾ യൂണിവേഴ്സിറ്റി, അതുപോലെ എന്താ പറയുക, ഇഗ്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്.
ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ ചില ഗ്രൂപ്പുകളിൽ വരുന്ന ചില ഈ വാർത്തകളുടെ അറ്റവും മൂലയും ഒക്കെ എടുത്തിട്ട് ചർച്ച ചെയ്യുന്ന മധ്യവയസ്കന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ മേജർ രവിയും കൂട്ടാം. അപ്പോൾ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എടുത്തുകൊണ്ട് കൊട്ടി ഘോഷിച്ചുകൊണ്ട് തന്നെ പിണറായി വിരുദ്ധത പരത്തണം. പിണറായി ഇവിടെ ഉണ്ടാവാനേ പാടില്ല. ഉണ്ടായിരുന്ന പിണറായി ഇനി എങ്ങനെയെങ്കിലും ഉള്ള ആളുകളുടെ, അതായത് ബാക്കി വന്നിരിക്കുന്ന കുറച്ച് അവശേഷിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് അതും കൂടി ഇല്ലാതെയാക്കണം, അതും കൂടി വേരോടെ പറിച്ച് കളയണം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ കഥകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയൊക്കെ കഥകൾ ഇറക്കിയാലും സംഘിക്കുട്ട, മേജർ കുട്ട, രവിക്കുട്ട, നിൻ്റെ ഈ കഥകളൊക്കെ ഞങ്ങൾ പൊളിച്ചടുക്കി കളയും. നീ ജയിക്കാതെ പോയതും നിൻ്റെ ഈ അഹങ്കാരം കൊണ്ട് തന്നെയാണ്. ഈ അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവരാണോ മേജർ സ്ഥാനത്തേക്ക് പോകുന്നത്? അല്ലെ മേജർ എന്ന് പറയുന്നൊരു പേര് അലങ്കരിക്കുന്ന ആളുകൾ? എന്തൊരു അപക്വമായിട്ടുള്ള ചിന്താരീതി, എത്രമാത്രം അപക്വമായിട്ടുള്ള പ്രവർത്തികളുമൊക്കെയാണ് മേജർ രവി സാറെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തികേടാണ് കേട്ടോ. ഷെയിം ഓൺ യു എന്ന് പറയുന്നത് പോലും, ആ ഷെയിമിന് പോലും ഷെയിമാണ് നിന്നെപ്പറ്റി പറയുമ്പോൾ, അല്ലെ നിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ഇയാൾ പറയുന്നതിൽ ഈ മുഖ്യമന്ത്രി തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം കൂടി നമ്മളൊന്ന് കാണണ്ടേ? അതുകൂടെ കണ്ടു നോക്കാം. അതിൽ യാഥാർത്ഥ്യത്തിൽ പിണറായി വിജയൻ എങ്ങനെയാണ് പോയതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ട്. ആ വീഡിയോ കൂടി നിങ്ങൾ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. അവിടെ കാണണം. അവിടെയാണ് നമ്മൾ കാണുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഡിഫറൻസ് ആണെന്നത്. ഒന്ന് കാരണബോധം എന്നുള്ള പാട്ട് പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഞാനാണ് വരുന്നത്. ഇപ്പുറത്ത് ഒരു വണ്ടിയും കൊണ്ടിട്ടാണ് കയറിച്ചെന്നിരിക്കുന്നത്. ഇന്നസെന്റ് ആയിട്ട് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോയത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിൻ എല്ലാം കൂടെ ഇടവഴി കൂടെ ഞാൻ കൊണ്ടുപോയി. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പൊങ്ങച്ചം കാണിക്കലാണ്. മറ്റുള്ളവരെ വോട്ട് ചെയ്തത് നിങ്ങൾ അവിടെ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ അവന്റെ സെർവല്ല. അതാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് പ്രമാണം കാണിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തും. മുഖ്യമന്ത്രിയുടെ വാഹനം ഇവിടെ ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ടൗൺ ഹാളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ടൗൺ ഹാളിലേക്ക് കടന്നുപോകും. ടൗൺ ഹാളിന് പുറത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി നേരത്തെ എറണാകുളത്തേക്ക് എത്തുമെന്നായിരുന്നു ഒരു സൂചന ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ എത്താൻ ചില അസൗകര്യം ഉള്ളതുകൊണ്ടാണ് എറണാകുളത്തെ പരിപാടികൾ ഒഴിവാക്കി അദ്ദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനായി കടന്നു പോവുകയാണ് അദ്ദേഹം. ഒരിക്കൽ റിജിത്ത് എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഇന്നസെന്റിന്റെ ബന്ധത്തെ പറ്റി. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അവിടേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നസെന്റിന്റെ കുടുംബത്തെ, സുഹൃത്തുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. വലിയൊരു ജനാവലി തന്നെ ഇന്നസെന്റിന് അന്ത്യയാത്ര നൽകാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, മുൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഒരു സുഹൃത്തിനെ. ഇതിലെവിടെയാടാ മേജർ രവിക്കുട്ട? മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ 560 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വരുന്നത്. ഒരു അതിശയോക്തി പറയുകയാണെന്നുണ്ടെങ്കിലും സ്വന്തം തന്തയെ മാറ്റി പറയുന്നത് പോലെ പറയരുത് എന്ന് എനിക്ക് എടുത്തു പറയാനുള്ളൂ. ഇത് തന്നെയാണ് കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊരു വൃത്തികേടാണല്ലേ? ഒരാളുടെ മരണത്തെപ്പറ്റി പറയുമ്പോഴും അത് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മരണത്തിനെ കൂട്ടിച്ചേർത്തുകൊണ്ടല്ല പറയേണ്ടത്. രണ്ടുപേരും മരിച്ചിരിക്കുന്നതും അതുല്യനായിട്ടുള്ള കലാകാരന്മാർ തന്നെയാണ്. ആ അതുല്യനായിട്ടുള്ള കലാകാരന്മാർ രണ്ടുപേരും മരിച്ചു കിടക്കുമ്പോൾ, അല്ല ആ രണ്ടുപേരുടെ ആ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അവിടെയും എങ്ങനെയെങ്കിലും വർഗീയത കുത്തിപ്പരത്തുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വ്യക്തിവൈരാഗ്യത്തിന് ഊന്നൽ കൊടുത്ത് സംസാരിക്കുക. പിണറായി വിജയനെ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതാണെന്നും പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ ഒരു സെർവൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നിന്നെപ്പോലെ ഒരു ചാണകത്തിൽ മുങ്ങിയൊരു സംഘിപുത്രൻ വന്ന് പറഞ്ഞിട്ട് വേണ്ട മേജർ രവി ഇവിടെ ഉള്ളവർ അറിയാൻ വേണ്ടിയിട്ട്. നീ അങ്ങ് ലഡാക്കിലും അങ്ങ് മറ്റിടത്തുമൊക്കെ പോയിട്ട് വെടിവെക്കാൻ പോയിട്ടുണ്ടാവും. അതുപോലെ അല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നൊരു സാധനമാണ്. അല്ലാതെ ഇന്ന് ഈ വി ഡി സതീശൻ, നീ പറയുന്ന പൂക്കി സി എം ആയിട്ടുള്ള നമ്മുടെ വി ഡി സതീശൻ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ചിരി ഇരിച്ചാലൊന്നും രാഷ്ട്രീയ പ്രവർത്തകനാവില്ല. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ജനഹിതം അറിഞ്ഞ് അത് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും നല്ല ജനപ്രതിനിധി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാഷ്ട്രീയ പ്രതിനിധി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജനപ്രതിനിധി, ജനങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവൻ. അങ്ങനെയുള്ളവർ ജനങ്ങളുടെ സെർവൻ്റ് തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. അത് നിന്നെ പോലൊരു സംഘിപുത്രം പറയേണ്ട ആവശ്യകതയൊന്നുമില്ല. നീ ഒരു ചാണകസംഘി, അവരൊക്കെ വലിയ മനുഷ്യത്വമുള്ള ആളുകൾ. ആ ഒരു വ്യത്യാസം. ഇപ്പോൾ വി ഡി സതീശനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അല്ലെ വി ഡി സതീശൻ ഒത്താശ ചെയ്തുകൊണ്ട് വി ഡി സതീശൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, വി ഡി സതീശനാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് മെഴുകാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയ ബന്ധം, അല്ലെ ഇവരുടെയൊക്കെ ഡീൽ എന്താണെന്ന് നമുക്ക് വീണ്ടും മനസ്സിലാവും. ഇത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ ബി ജെ പിയോട് വലിയ അസഹിഷ്ണുതയുള്ള ആളുകളാണ് യു ഡി എഫ് എന്നാണ് യു ഡി എഫ് തന്നെ പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും തമ്മിൽ വലിയ ബന്ധമാണെന്ന് ഇതേ യു ഡി എഫ് തന്നെ പറയാറുമുണ്ട്.
എന്നാൽ ഇവിടെ നമ്മളെന്താ കാണുന്നത്, സംഘികളുടെ ഒരു തലവൻ എന്നൊക്കെ വേണേൽ നമുക്ക് ഈ മേജർ രവിയെ വിളിക്കാം. അങ്ങനത്തെ ആൾ വന്നിട്ട് പറയുകയാണ് പിണറായി വിജയൻ അവിടെ ആർഭാടം കാണിക്കാൻ പോയി ജനങ്ങളുടെ മുൻപിൽ എന്തിനാണ് ആർഭാടം കാണിക്കുക, ഇത്രയും അധികം അകമ്പടിയോടുകൂടി എന്തിനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന മേജർ രവിയുടെ ആ ഒരു ചിന്താഗതിയും അതിന് കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് വി ഡി സതീശനെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവർക്ക് ആരോടാണ് ദേഷ്യമെന്നും ആരോടാണ് സഹോദര തുല്യനായിട്ടുള്ള സ്നേഹമെന്നുമൊക്കെ ഈ ഒരു കാര്യത്തിൽ തന്നെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഘികളുടെ മെഴുകലുകൾ ഇനിയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇടതുപക്ഷ ജ്വരം ബാധിച്ച മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ ഷണ്ടത്വം എന്നൊക്കെ പറയുന്നത് പോലെ മാധ്യമ ഷണ്ടത്വം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇതിനൊക്കെ കുറച്ച് മക്കളും കൂടി മെഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. എത്രയൊക്കെ നീയൊക്കെ മെഴുകിയാലും നിൻ്റെയൊക്കെ മെഴുകലുകളെ എല്ലാം വലിച്ചു കീറാനുള്ള വാസ്തവം അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാഴ്ചകൾ, വീഡിയോകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അതിനിയും നീയൊക്കെ എത്ര ക്യാപ്സ്യൂൾ പരുവത്തിൽ പൊക്കിക്കൊണ്ട് വന്നാലും അതിനെയൊക്കെ വലിച്ചു കീറാനും കത്തിച്ചു കളയാനും നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനുമായിട്ടുള്ള തെളിവുകൾ, ആ എവിഡൻസ് അത് ഞങ്ങളെടുത്ത് നിരത്തിയിരിക്കും. കേട്ടോടാ സംഘിപുത്ര മേജർ രവി.